ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ പോകുന്നത് കേട്ടോ. മക്കൾക്ക് സ്കൂളുണ്ട്. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല തുമ്മൽ. ഇനി ചെറിയ മഞ്ഞ് പോലെയൊക്കെ ഉണ്ട്. ഇനി എല്ലായിടവും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി കേട്ടോ. എന്നിട്ട് അരി തിളപ്പിച്ച് വെച്ചു. കാര്യം വേവ് കുറവാണെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് മുമ്പ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഒരു ക്യാരറ്റ് തോരൻ, മിക്സിയിലൊന്നും അരച്ചില്ല, അല്ലാണ്ട് തന്നെ കൈവച്ച് നല്ലവണ്ണം തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നല്ലവണ്ണം ക്യാരറ്റുമായിട്ടൊക്കെ ഒന്ന് നല്ല തിരുവി പിടിപ്പിച്ചതിന് ശേഷം ഉണ്ടല്ലോ ചട്ടിയിലിട്ട് കുറച്ച് എണ്ണയും കടുകും വറ്റൽമുളകും ഒക്കെ ഇട്ടതിന് ശേഷം അറിയാമല്ലോ ക്യാരറ്റ് തോരൻ റെഡിയാക്കി എടുത്ത് കേട്ടോ. ഞാനുണ്ടല്ലോ തോരൻ റെഡിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ആ ചായയും കൂടെ അങ്ങ് ഇട്ടു കേട്ടോ. സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടാണ് ചായ ഇടുന്നത്. ഞാൻ അതിന് മുമ്പേ അങ്ങ് ചായയും ഇട്ടു കേട്ടോ. എനിക്കങ്ങ് കുടിച്ചോളാൻ വയായിരുന്നു രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും. എന്നിട്ട് മുട്ടയൊക്കെ ഇതാക്കി വെച്ച് ഒരു മുട്ടത്തോരനും കൂടെ ആക്കുക. മുട്ടത്തോരനല്ല, മുട്ട ഓംപ്ലേറ്റ്. എൻ്റെ മുട്ട ഓംപ്ലേറ്റ് നല്ല രീതിക്ക് വന്നിട്ട് മറിച്ചിട്ടപ്പോൾ രണ്ടായിട്ടൊക്കെ ഷേപ്പിൽ പോയി കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാം കൂടെയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് മോന് ദോശയും മീൻകറിയാണ്, തലേ ദിവസത്തെ മീൻകറിയാണ് കേട്ടോ കൊടുത്തത് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. എന്നിട്ട് ചോറും ക്യാരറ്റ് തോരനും പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ചായിരുന്നു കേട്ടോ. നല്ല എന്തുവാണ് പറയുന്നത്, പുളിയും മുളകും. മുളകെന്ന് പറയുന്നത് ഞാൻ മുളക് പൊടിയല്ല ഇട്ടത്, വറ്റൽ മുളക് ഇട്ട് അരച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് മോനങ്ങ് പോയി. മോനെ കൊണ്ടാക്കാൻ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് പറ്റുന്നില്ല. കാര്യം കുറേ അധികം ജോലികളുണ്ട്. അപ്പം ഞാൻ പറയും മോനങ്ങ് പൊയ്ക്കോ, അമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ടാണ് വരാത്തത് എന്ന് പറയാം. അപ്പോൾ അതിനെന്താ അവന് സന്തോഷമാണ്. കാര്യം ഞാൻ കൊണ്ടാക്കുമ്പോഴത്തേക്കും പലരും ചോദിക്കാറുണ്ട് കേട്ടോ, എന്തിനാ കൊണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പട്ടിശല്യവും പിന്നെ രാവിലെയൊക്കെയല്ലേ നമ്മുടെ മുന്നിലൂടെ പോകുന്ന കണ്ണുമ്പം നമുക്കൊരു സമാധാനം ആവുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ടല്ലോ. തേങ്ങ ഇല്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, തേങ്ങ ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങൾ കൊല്ലത്തൊക്കെ പോയിട്ട് വന്നെന്ന് പറഞ്ഞില്ലേ, അപ്പം തേങ്ങ വാങ്ങിച്ചായിരുന്നു. നല്ല വിലയാണ് കേട്ടോ. 2 കിലോയും വാങ്ങിച്ചുള്ളൂ. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം കൊച്ചുള്ളിയും വാങ്ങിച്ചിരുന്നു. കൊച്ചുള്ളി ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കൊച്ചുള്ളിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. പക്ഷേ ഞാനുണ്ടല്ലോ സാധാരണ ഈ ചെറിയ വെയിലിട്ട് ഈ സവാളയും കൊച്ചുള്ളിയൊക്കെ ഒന്ന് മുറത്തിനകത്തോട്ടിട്ട് ഒന്ന് ചൂടാക്കിയതല്ല, ഒന്ന് എന്തുകൊണ്ട് പറയുന്നത്, വെയിലത്ത് വെച്ചൊന്ന് എടുക്കും. കാര്യം അത് അങ്ങനെ എടുത്താലുണ്ടല്ലോ കുറേ നാളിരിക്കും കേട്ടോ. കുറേ നാളെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉള്ളി ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിച്ചാലുണ്ടല്ലോ അത് അധികം ഇരിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇപ്പോഴത്തെ വില അനുസരിച്ച് 5 കിലോ സവാള 100 രൂപയ്ക്കൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് അത് വെയിലത്തൊന്നിട്ട് മുറത്തിനകത്തൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും എടുത്ത് മാറ്റി വയ്ക്കുകയാണെങ്കിലുണ്ടല്ലോ കുറേ നാൾ അത് കേടുകൂടാതിരിക്കും കേട്ടോ. അല്ലെങ്കിൽ അത് അഴുകി പോകാറുണ്ട്. എന്നതിന് ശേഷം ചീനി, അന്ന് വാങ്ങിച്ച ചീനി ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് കൊത്തിയെടുത്ത് അങ്ങ് ചീനിയാക്കി കേട്ടോ. നല്ലോണം കുഴച്ചങ്ങ് എടുത്തോട്ടോ. എവിടത്തെ ചീനിയാണെന്ന് അറിയത്തില്ല, നല്ല സൂപ്പർ ചീനി കേട്ടോ. നല്ല രീതിക്ക് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഒരു തിള മതി കേട്ടോ. അതിനിടയ്ക്ക് ഞാനൊരു മീൻകറി ഉണ്ടാക്കാമെന്ന് കരുതി. അന്ന് വാങ്ങിച്ച മീൻകറി വെച്ച വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മീൻകറിയൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. മറ്റേ മീനെ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ. ഇന്ന് പക്ഷേ അയിലയാണ് കിട്ടിയത്. ഏട്ടൻ തിരുവനന്തപുരം വരെ പോയപ്പോൾ വന്ന് അവിടെ നിന്ന് എന്തുവാണ് കടലിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നേ കേട്ടോ, തീരദേശം വഴി വന്നപ്പോൾ. അങ്ങനെ നല്ല മണ്ണൊക്കെ ചേർത്തായില്ല, നമ്മളെല്ലാം കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുമ്പോഴൊരു മണ്ണൊക്കെ കാണത്തില്ല, അതേപോലെ. അങ്ങനെ എന്താണ് ചീനിയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ആ മീൻകറി അറിയാമല്ലോ, കൂട്ടുകളൊക്കെ അറിയാമല്ലോ. തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ തേങ്ങ ചീനിച്ചട്ടിയിലിട്ട് നല്ലോണം വറുത്ത് കേട്ടോ. എന്നൊരു വറുത്തരച്ച് കറിയാണ് കേട്ടോ. നല്ലവണ്ണം വറുത്ത് അതിനകത്ത് കുറേ അധികം കൊച്ചുള്ളിയൊക്കെ ചേർത്ത് പുളിയൊക്കെ ചേർത്താണ് ഞാൻ അരച്ചത്. ഇതേ നോക്കി ചോറ്, ചമ്മന്തി, തോരൻ എല്ലാം ഒക്കെ ആക്കി ചേട്ടന് കൊടുത്തു. അത് കഴിഞ്ഞ് ചേട്ടൻ പറയും, വെറുതെ ഇരുന്നപ്പോൾ പറയും നമുക്ക് അവിടെ ഒരു പാലം പണി നടക്കുന്നില്ല, പോയി നോക്കാമെന്ന് കേട്ടോ. പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അവിടെ മൊത്തം എല്ലാം മഴ പെയ്ത് ചെളിയായിട്ട് കിടക്കുകയാണ്. നമുക്ക് സ്കൂട്ടറിൽ പോയിട്ട് കൂടി വണ്ടി അങ്ങോട്ട് നീങ്ങുന്നില്ല, അത്രയ്ക്ക് ഇത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേഗം അങ്ങ് വീട്ടിൽ വന്നു കേട്ടോ. മക്കൾ വരുമല്ലോ, സ്കൂളിൽ പോയാലേ ഇനി വന്നിട്ട് ഭക്ഷണം കൊടുക്കണം, ട്യൂഷന് പോകണം. അങ്ങനെ വന്നതിന് ശേഷം മക്കളെയൊക്കെ പറഞ്ഞ് വിട്ടതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ മുറ്റമൊക്കെ അങ്ങ് തൂത്തു. 2 ദിവസം കൊണ്ട് നല്ലവണ്ണം തൂക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതിന് പെരും മഴയല്ലേ. ഇന്ന് രാവിലെ ആണെങ്കിലും നല്ല രീതിക്ക് മഴ പെയ്തു കേട്ടോ. മക്കൾ ഈ പോകുന്ന സമയത്തൊക്കെയുള്ള മഴയാകുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്. കുടയൊക്കെ കൊണ്ടുപോയി അത് നനഞ്ഞിട്ട് അത് ബാഗിൽ വെച്ച് ബുക്ക് നനയുമെന്നൊക്കെയുള്ള ടെൻഷൻ, അമിത ടെൻഷനാണ് കേട്ടോ എനിക്ക്. അതെല്ലാം കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് മക്കൾ വന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇറങ്ങാം, നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട്. ഏട്ടൻ വരുമ്പോൾ മാത്രമുള്ള കലാപരിപാടികളാണ് കേട്ടോ ഇത്. എന്നാൽ പിന്നെ ഓക്കെ, ഞങ്ങൾക്ക് 100 വട്ടം സമ്മതം എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ 3 പേര് വേഗം റെഡിയായി കേട്ടോ. ഏട്ടൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ റെഡിയായി. അങ്ങനെ വാതിലൊക്കെ പൂട്ടി, പിന്നെ വെളിയിലൊന്ന് ലൈറ്റ് ഇടും കേട്ടോ. എന്നിട്ട് ഗേറ്റും ഒക്കെ പൂട്ടി ഞങ്ങളങ്ങ് ഇറങ്ങി.
സത്യസന്ധമായ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഫാമിലി എന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവരും ചേർന്നുള്ള യാത്രകളാണ് ഏറ്റവും മനോഹരമാകുന്നത് അല്ലേ. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും പോയാൽ മക്കൾ ഇല്ലെങ്കിൽ അതൊരു വിഷമം തന്നെയാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ ഒരു ഫീൽ ഉണ്ടാവത്തില്ല, കാര്യം അത് അവരുടെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വമല്ലേ. അത് എല്ലാവരും കൂടെ ഒന്ന് പോകുമ്പോൾ ഒരു സന്തോഷം. പ്രത്യേകിച്ച് ഞങ്ങൾ 3 പേരും ഏട്ടനില്ലാത്തപ്പോൾ വീട്ടിൽ തനിച്ചാണ്, അത്യാവശ്യ സമയങ്ങളിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ അല്ലേ. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരുപാട് ആഘോഷങ്ങളിൽ ഞങ്ങൾ പങ്കുചേരാറുണ്ട്. എന്നിട്ടുണ്ടല്ലോ നേരെ ഒന്ന് മാളിൽ പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോഴും മാളിൻ്റെ തൊട്ടടുത്ത് ഒരു പള്ളിയുണ്ട് കേട്ടോ. ഞാൻ വല്ലപ്പോഴും ഒക്കെ അവിടെ പോയി തൊഴുന്നതാണ്. എനിക്കൊരു വിശ്വാസമെന്നല്ല, ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെയും കോൺവെൻറ്റ് സ്കൂളിലെ പ്രാർത്ഥനകളും ആ രീതിയിലാണ്. അപ്പോൾ പഠിക്കുന്ന സമയം തൊട്ടേ അങ്ങനെ ഒരു സ്നേഹമുണ്ട്. അങ്ങനെ ഒന്ന് ആ പള്ളിയിലൊന്ന് കയറി തൊഴുതു. ഏട്ടനും ആരും വന്നില്ല, ഞാൻ അങ്ങനെ പോയി തൊഴുതുകൊണ്ട് അവിടെ പോയി തൊഴുതതിന് ശേഷം തൊട്ടടുത്ത് മാളിൽ പോയി കേട്ടോ. ഏട്ടൻ കാർ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ കുറച്ച് നേരം അങ്ങ് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പോൾ ചേട്ടൻ ഫോൺ ചെയ്തിട്ട് പറയാം, നീ ഇളയ മോനും കൂടെ ഇങ്ങ് അകത്ത് വാ, ഞാൻ ഇത് അകത്ത് നിൽപ്പുണ്ടെന്ന്. അങ്ങനെ ഇളയവന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ മൊത്തത്തിലൊന്ന് കറങ്ങി. ഏട്ടനൊരു കൂളിംഗ് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പോയി ചെന്ന് 2-3 കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച് നോക്കി. അതിൽ 2 എടുത്ത് കേട്ടോ. നീ നോക്കി അതിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ട് കേട്ടോ. എന്തോരം നല്ല ഭംഗിയാന്ന് പറയുക ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഭയങ്കര റേറ്റും ഭയങ്കര വെയിറ്റും. അതിനകത്തൊരു അമ്പലം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും നമ്മുടെ ഈ വീട് പാല് കാച്ചിനൊക്കെ ആകുമ്പോഴും അല്ലാതെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ടല്ലോ, നല്ല സാധനമാണ് കേട്ടോ. കാണാനാണെങ്കിലും അത് എത്ര വർഷം കഴിഞ്ഞാലും ചീത്തയാവത്തുമില്ല. അതാണ് മെയിൻ. ഇത് ഒരുത്തരാണെങ്കിൽ പടി കയറുന്നു, ഇപ്പുറത്തൂടെ ഇറങ്ങുന്നു, അപ്പുറത്തൂടെ ഇറങ്ങുന്നു, അങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവിടെ ഗെയിമിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ കളർഫുള്ളാണ്. പുള്ളിക്കാരനുണ്ടല്ലോ, അതായത് എൻ്റെ ഇളയ മോൻ ചെറുക്കനാണെങ്കിൽ എന്തിൽ കയറണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുക. അപ്പം ലാസ്റ്റ് ഏട്ടൻ പറഞ്ഞേ, നിനക്ക് കയറണോ? വേണ്ടച്ചാ എങ്കിലും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ നീ കയറിക്കോ. വേണ്ടച്ചാ, അതോ എനിക്കതിൽ മസാജിങ് ചെയറിലിരുന്നാൽ മതി എന്ന് കേട്ടോ. അങ്ങനെ മസാജിങ് ചെയറിലിരുത്തി. അപ്പോൾ അവിടെ നിൽക്കുന്നവർ പറയുകയാണ്, നിങ്ങളും കൂടി ഇരിക്കൂ, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. കാര്യം പ്രായത്തിനനുസരിച്ചാണിത് ഗുണം ചെയ്യുന്നത്. കാലുവേദനയും എന്തുവാണ് കൈകഴപ്പൊക്കെ മാറുമെന്ന്. അപ്പം നമ്മളിരുന്നില്ല, പിള്ളേരെ ഇരുത്തി. അപ്പോഴത്തേക്കും മൂത്തവനും കൂടെ വന്നങ്ങിരുന്നു കേട്ടോ. അങ്ങനെ 2 പേരെയും കൂടെ അവിടെ ഇരുത്തി. ഇളയവനങ്ങ് കുഴിഞ്ഞങ്ങ് പോയി കേട്ടോ. എനിക്കൊരു പേടി വരുന്നത് എന്താണിത്. അപ്പം പറഞ്ഞു അത് അതിൻ്റെ രീതിയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഇതായിരുന്നു. കാര്യം നമ്മളത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കതിൻ്റെ ഫീലിംഗ് അറിയാൻ പറ്റുന്നില്ല. മക്കൾ പറഞ്ഞു, അമ്മ നല്ലതാണ്, കൈക്കൊക്കെ ഇത് എണീറ്റപ്പോഴത്തേക്കും ഒരു എനർജിയൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു കറക്കം കറങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ അത്തർ വിൽക്കുന്നു കേട്ടോ അവിടെ ഒരു ഷോപ്പിൽ. അപ്പം നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഇച്ചിരി ഒരു ഡോട്ട് പോലെ തരും. അപ്പോൾ അത് മണപ്പിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല മണം. അപ്പോൾ എൻ്റെ മൂത്ത മോനി സ്പ്രേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് കേട്ടോ. അച്ഛാ വാങ്ങിച്ചാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമുക്ക് പലതും നമുക്ക് അത് മണത്ത് നോക്കാം, ഇഷ്ടമുള്ളത് എടുത്താൽ മതി. അത് എന്നിട്ട് നമുക്കൊരു ചെറിയൊരു ബോട്ടിലിൽ അതിൻ്റെ നമ്മൾ എടുക്കേണ്ട ക്വാണ്ടിറ്റിയിൽ ഒഴിച്ച് തരും കേട്ടോ. അങ്ങനെ നിന്നപ്പോഴുണ്ടല്ലോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ മോൻ പറഞ്ഞു, അങ്ങനെ എടുത്താൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യാം, ഇങ്ങനെ എടുത്താൽ അങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് 2-3 പിള്ളേർ ചോദിച്ചാൽ യൂട്യൂബ് ഉണ്ടോ? ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു കേട്ടോ. ആ പിള്ളേർ എന്തോരം എവിടുത്തെ മക്കളാണെന്ന് എനിക്കതിനെ അറിയത്തില്ല. അവർ കൊല്ലം ഭാഗത്താന്ന് പറഞ്ഞു. പക്ഷേ അവരുണ്ടല്ലോ സംസാരിച്ചപ്പോഴുണ്ടല്ലോ നമ്മുടെ അടുത്ത് എന്തോരം സ്നേഹത്തിലാണ് സംസാരിച്ചത്. ചേച്ചിക്ക് യൂട്യൂബ് ഉണ്ടോ, അങ്ങനെയാണോ എടുക്കുന്നത്, ഇങ്ങനെയാണോ എടുക്കുന്നത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയൊക്കെ സംസാരിക്കും, എനിക്കറിയത്തില്ല. ചിലർ കണ്ട അവരുടേതായ ഒരു ഇതിലങ്ങ് നടക്കും. പക്ഷേ ഈ പിള്ളേർ ഓടി വന്ന് എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചു കേട്ടോ. എന്നിട്ട് ചാനൽ ഏതാണെന്നൊക്കെ ചോദിച്ചു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവരുടെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി കേട്ടോ. ബീച്ചിലോട്ട് പോയപ്പോൾ ഉള്ളത് പിന്നെ ഐസ്ക്രീമിൻ്റെ അടുത്ത് പോയി. അപ്പോൾ എനിക്ക് തൊണ്ടവേദന ആണെങ്കിലും ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചങ്ങ് കുടിച്ചു കേട്ടോ. എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഏട്ടൻ ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പുണ്ടല്ലോ എനിക്കൊരു 5 കിലോയെങ്കിലും കൂടുന്ന ലക്ഷണമുണ്ട്. കാര്യം നല്ല ഫുഡ് അടിയാണ് ഇപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒരു മാക്സിമം കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് പോവാതെ ഞാൻ പിടിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എന്ത് വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 അപ്പോ ചപ്പാത്തിയോ മതി, കാര്യം എനിക്ക് കൂടുതലൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏട്ടൻ 2 അപ്പം പറഞ്ഞു. ഏട്ടൻ പൊറോട്ടയാണ് കഴിച്ചത്. മക്കൾക്ക് മന്തി വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് മക്കൾ ഓരോന്ന് എടുത്ത് കഴിക്കുന്നതും നമ്മുടെ ഏട്ടനത് ഭയങ്കര സന്തോഷമാണ്. കാര്യം ലീവിനൊക്കെ വന്ന് മക്കളുമായിട്ടൊക്കെ പുറത്ത് പോയി അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ ഏട്ടൻ്റെ മുന്നിലിരുന്ന് മക്കൾ വയറ് നിറച്ച് കഴിക്കുന്നതും ഒക്കെ കാണാൻ ഏട്ടന് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ഏതൊരു അച്ഛനമ്മമാർക്കും അങ്ങനെ തന്നെയല്ലേ, മക്കൾ അവരുടെ മുന്നിൽ വളരുന്നത് കാണാൻ ആഗ്രഹമല്ലേ. അങ്ങനെ അതൊക്കെ ഇരുന്ന് തട്ടിക്കൂട്ടിയൊക്കെ എല്ലാമൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ.
പിന്നെ എന്തുവാണ് ഒരു പുതിന ചട്നിയാന്ന് തോന്നുന്നു. പക്ഷേ ഞാനത് പല ഹോട്ടലിൽ നിന്നും കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ പുതിന ചട്നി ഇഷ്ടപ്പെട്ടില്ല. പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ ചേട്ടൻ പറഞ്ഞ് നിനക്ക് പൊറോട്ട വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറ്റത്തില്ലല്ലോ, ഒരു പീസെങ്കിലും കഴിക്കും, നല്ല പൊറോട്ടയാണ് കേട്ടോ, നൂൽ പൊറോട്ടയാണ് വാങ്ങിച്ചത്. അങ്ങനെ ഒരു പീസ് ഇട്ട് തന്നപ്പോൾ അത് കൊള്ളാം. പിന്നെ ചൂടോടൊരു ചായയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ചൂടോടെ ചായ വാങ്ങിച്ചു. മോൻ ഓറിയോ ഷേക്കും ഗ്രേപ്പ് ജ്യൂസും വാങ്ങിച്ചു കേട്ടോ. ഒരുത്തനാണെങ്കിൽ ഒരു സ്ട്രോ വെച്ച് പോരാനിട്ട് അത് വേഗം തീരാൻ വേണ്ടി അടുത്ത ഇതിൽ ഗൗതം കുടിച്ചിട്ട് വെച്ച സ്ട്രോയും കൂടി എടുത്ത് ഒരുമിച്ച് വലിച്ചു കുടിച്ചു കേട്ടോ. ഇന്ന് അവന് തൊണ്ടവേദനയായിരിക്കും. അങ്ങനെ എല്ലാം ചാപ്പാടൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, നേരെ ഇങ്ങ് വീട്ടിൽ വന്നിട്ട് ഇനി കിടന്നങ്ങ് ഉറങ്ങണം. കാര്യം അത്രയ്ക്ക് വയ്യ. കാര്യം സന്ധ്യയ്ക്ക് ശേഷം ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരുപാട് ലേറ്റായിട്ടാണ് ഇതിപ്പം വരുന്നത്. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.